ഹറാമിനിക്ക് നമ്മൾ അവയവങ്ങൾ വഴിപ്പെടാൻ പാടില്ല. യഥാർത്ഥ ഒരു മോമീനാണെങ്കിൽ അവൻ ഹറാമ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവയവം ആ സംഗതിക്ക് വഴിപ്പെടില്ല. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൈ കൊണ്ട് ഇപ്പോൾ മഹാനാവുന്ന ബിഷുർലാഫി തങ്ങൾ അവരൊരു സദസ്സിലേക്ക് കയറി വന്നപ്പോൾ ഒരു സദ്യയാണ്, ആ സദ്യയിലേക്ക് അവർ കയറി വന്നപ്പോൾ അവർ ആ സദ്യ കഴിക്കാൻ എല്ലാവരും ഇരിക്കുന്നുണ്ട്. മൂപ്പര് ഇരുന്നു. മൂപ്പര് കൈ കൊണ്ടുപോകും കണ്ടു വരും, കൈ കൊണ്ടുപോകും കൊണ്ട് വരും. അപ്പോൾ ഇത് ബിഷുർലാഫി തങ്ങളാണെന്ന് മനസ്സിലാവാത്ത ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു മാരി ഹാദർ റജുൽ ലാ യഅ്കുലു ത്വആം, ഇവനക്ക് എന്ത് പറ്റി, ഇവന്താ ഭക്ഷണം കഴിക്കാത്തത്? അപ്പോൾ അത് ബിഷുർലാഫി തങ്ങളാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണെന്ന് അറിയുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട്. അവരിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു ഇന്ന ഹാദർ റജുല ലാ തംതദ്ദു യദുഹു ഇലാ തുആമിൻ ഫീഹി ഹറാമുൻ ഔ ശുബ്ഹ, ഈ മനുഷ്യനുണ്ടല്ലോ ഇയാളെ കൈ ഒരു ഹറാമാവുന്ന ഭക്ഷണത്തിലേക്കോ അല്ലെങ്കിൽ ശുഭത്തുള്ള ഭക്ഷണത്തിലേക്കോ നീങ്ങൂല. കൈയാണ് കൊണ്ടായാലും കൈയാണ് പോകൂല. അതാ പറഞ്ഞു. കൈ മൂപ്പർ കൊണ്ട് നോക്കുന്നുണ്ട്, കൈ കണ്ട് വലിയാണ്. അപ്പോൾ യഥാർത്ഥ ഒരു മുഅ്മിന്റെ അവയവങ്ങൾ, ആ അവയവം കൊണ്ട് എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്യാൻ അവൻ ഉദ്ദേശിച്ചാൽ, ഇപ്പോൾ കാലുകൊണ്ട് ഒരു ഹറാമായ പണി ചെയ്യാൻ നടന്നു പോവുകയാണ്, എന്നാൽ അവൻ്റെ കാലയിൽ ഭയപ്പെടൂല. അതാ പറഞ്ഞത്. ഒരാൾ വ്യഭിചരിക്കാൻ വേണ്ടി ചെന്നു, വ്യഭിചരിക്കുന്ന ആയുധം അതിന് ഭയപ്പെടൂല. അപ്പം സർവ്വ അവയവങ്ങളും അവൻ അള്ളാഹു നിരോധിച്ച സംഗതികൾക്ക് വഴിപ്പെടാത്ത അവസ്ഥയിലാക്കി തീർക്കണം. ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയരണം. ആ ഉയരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ദിക്റുകളൊക്കെ എന്താ ഉള്ളത് നമ്മൾ ചെല്ലണത്.